നാം ഇന്നീ കാണുന്നത് എൻ്റെ വീട്ടിലെ ഊട്ടിയിലെ വിശേഷങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, സോളമൻ്റെ വീട്ടിലെ പൂന്തോട്ടം അല്ലെങ്കിൽ സോളമൻ്റെ വീട്ടിലെ ചെടികളുടെ വിശേഷങ്ങളും ഞങ്ങൾ അറിഞ്ഞിട്ട് കുറേ നാളുകളായി എന്ന് ഞാൻ വണ്ടിയിൽ കയറുമ്പോഴൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വീട്ടിൽ പലതരത്തിലുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ പൂന്തോട്ടത്തിലെ വർക്കുകൾ, ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള മുടക്കവും വരുത്താറില്ല. ചെടികൾ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് വെള്ളം ഒഴിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ തന്നെയാണ്. എൻ്റെ വീട്ടിലെ ഊട്ടിയിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. പല വീട്ടിലേക്കും ഓട്ടത്തിനായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ചെടികൾ കൂട്ടി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കിയത്. നമ്മൾ പണം കൊടുത്ത് നഴ്സറിയിൽ നിന്നും മറ്റും വാങ്ങുമ്പോൾ ഒരുപാട് പണമാണ് അതിനു വേണ്ടി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നും അതിൻ്റെ ഒരു കഷണം, ഒരു കൊമ്പോ കൊണ്ടുവന്ന് കുത്തിയാൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതെല്ലാം ഉണ്ടമിളകിൻ്റെയും മറ്റുള്ളതിൻ്റെയും തൈകൾ. ഇത് ചിലപ്പോൾ വിലക്കുറവിന് കിട്ടുമ്പോൾ കറ്റാർവാഴ മേടിക്കാറുണ്ട്. ബബ്ലൂസ് നാരങ്ങയാണ് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊന്ന്. ഞാൻ നെല്ലിയാമ്പതിയിൽ പോയപ്പോൾ അവിടെ കണ്ടിരുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് നടുകയും അത് പടർന്ന് പന്തലിച്ച് വലിയ ഒരു പന്തലായിട്ട് മാറി. 100 കണക്കിന് കായകളാണ് അതിൽ നിന്നും എനിക്ക് കിട്ടിയത്. വിഷാംശമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് എങ്ങനെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഞാനൊരു ഗവേഷണം കൂടി നടത്തുന്ന ഒരാളാണ്. നമ്മളെപ്പോഴും തമിഴ്നാട്ടുകാരെ കുറ്റം പറയാമെന്നല്ലാതെ നമ്മൾ മണ്ണിൽ കൈമുക്കാതെ ഒരു പണിയും ചെയ്യുകയുമില്ല. തമിഴ്നാട്ടുകാർ വിഷമടിക്കുന്ന പച്ചക്കറികളാണ് എന്ന് നമ്മൾ പലവട്ടം പറയുകയും ചെയ്യും. ഈ കാണുന്നത് കറിവേപ്പിലയാണ്. വീട്ടിലെ ഉദ്യാനത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില നട്ടുവളർത്താവുന്ന ഒരിനമാണ്. ഏറ്റവും കൂടുതൽ വിഷാംശം ഈ വേപ്പിലയിലാണ് തമിഴ്നാട്ടിൽ ഞാൻ കണ്ടത്. കാരണം ഒരാഴ്ച കൊണ്ട് ഗ്രോത്തിങ് വരുന്ന കറിവേപ്പിലകൾ എനിക്കവിടെ കാണുവാൻ സാധിച്ചു. അവർ അതിന് തക്കതായിട്ടുള്ള ഗ്രോത്തിങ്ങിൻ്റെ ഒരു തരത്തിലുള്ള മരുന്നടിക്കുമ്പോൾ ഒരാഴ്ചയിൽ തന്നെ ഈ മരുന്ന് ഫലവത്താവുകയും അവർക്ക് വിളവെടുക്കാൻ കഴിയുകയും ചെയ്യും. അവർ അവരുടെ നിത്യോപയോഗത്തിന് വേണ്ടിയിട്ട് പലതരത്തിൽ വേറെയാണ് ഉൽപ്പാദിപ്പിക്കാറ്. കറിവേപ്പില കണക്ക് എടുത്തെറിയുന്നതല്ല, കറിവേപ്പില വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ അത്രയും നല്ലത്. ഈ കാണുന്നതെല്ലാം ഉണ്ടമിളകിൻ്റെയും കടലാസ് മിളകിൻ്റെയും തൈകളാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന വിത്തുകൾ കൊണ്ടുവന്ന് നടുകയും അവ പിന്നീട് നമ്മൾ ചെറിയ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറുതായിട്ടൊരു ശ്രദ്ധയുണ്ടെങ്കിൽ സാമ്പാർ ചേരിയും നമ്മുടെ വീട്ടിലുണ്ടാകും. ഈ കാണുന്നത് റോബസ്റ്റാണ്. ഇരുമ്പാമ്പുളിയുടെ തൈകളും ഞാൻ മണ്ണുത്തിയിൽ പോയപ്പോൾ വാങ്ങുവാൻ കഴിഞ്ഞു. ഇരുമ്പാമ്പുളിയുടെ തൈകളൊക്കെ 6 മാസം ആകുമ്പോഴേക്കും അവ കായ്ക്കുന്ന തൈകളാണ് അവിടെ ഉള്ളത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത്തരത്തിൽ 6 മാസം കൂടുമ്പോൾ വരെ ചക്കയുണ്ടാകുന്ന പ്ലാവുകളും എനിക്കവിടെ കാണുവാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഞാനൊക്കെ 6 മാസം 1 വർഷം കഴിഞ്ഞിട്ടും പ്ലാവിൽ ചക്ക ഉണ്ടാവാത്ത കാണുമ്പോൾ ദേഷ്യം വരാറുണ്ട്. എങ്കിലും നമ്മൾ അവയുടെ ആ ഒരു കായ്ക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇതെല്ലാം എൻ്റെ വണ്ടിയിലെ ചില ഭാഗങ്ങളാണ്. വീട്ടിലെ ഒരു വർക്ക്ഷോപ്പും ഞാൻ നടത്തുന്നുണ്ട്.
വീട്ടിലുള്ള സാധനങ്ങളൊക്കെയും ഞാൻ തന്നെയാണ് പരമാവധി ശ്രദ്ധിക്കാറ്. ഇത് പണമുണ്ടാകുന്ന ചെടിയാണെന്നാണ് പറഞ്ഞത്. മണി പ്ലാന്റ് കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് പണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യാമല്ലോ. ഇത് 6 വർഷം മുൻപുള്ള ഒരു ഓർക്കിഡാണ്. അതിൽ നിന്ന് ഒരുപാട് തവണ പൂക്കളുണ്ടാവുകയും അത് ഞാൻ ഇതിൽ കൂടി സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ആയതിനാൽ സ്റ്റിക്കർ വർക്കുകളൊക്കെ ഞാൻ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഒട്ടിച്ചു വയ്ക്കാറുണ്ട്. നമ്മൾ പണം കൊടുത്ത് വാങ്ങിയത് എവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കുന്നത് നല്ലതല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ മുൻവശമാണ്. വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വയ്ക്കാറ്. മുകളിൽ വൈറ്റ് വാഷ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. നമ്മൾ കൂലിക്കൊരാൾ നിർത്തുകയാണെങ്കിൽ 1000 രൂപ കൊടുക്കേണ്ടി വരും. അതിനാൽ ഓട്ടമില്ലാത്ത ദിവസങ്ങളിലും മറ്റുള്ള ദിവസങ്ങളിലും ഞാൻ തന്നെ കയറിയിട്ട് വൈറ്റ് വാഷ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു ശീലമാക്കി. നമുക്ക് അസുഖമില്ലാത്തിടത്തോളം കാലം നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ മറ്റുള്ളവരെ വിളിച്ച് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എന്നോട് എൻ്റെ അപ്പനും അമ്മയും പറയാറുണ്ട്. ഈ കാണുന്നത് വീടിൻ്റെ മുൻവശമാണ്. പഴയ ഒരു സ്റ്റാർ അവിടെ കയറിയത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. പച്ച ചുരിദാർ, പച്ച കമ്മല്, പച്ച പച്ച എന്ന് പറയുന്ന പോലെ തന്നെ പച്ചയിൽ തന്നെയാണ് സ്റ്റാറും. ഒരു സ്റ്റാർ പണിയാൻ തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് വർക്കുകളും കാര്യങ്ങളും. ഇപ്പോഴീ കാണുന്നത് നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് കൊണ്ടുവന്ന ഫാഷൻ ഫ്രൂട്ടുകളാണ്. അവ വളരെയധികം ഉണ്ടാകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അവയ്ക്ക് വേണ്ടി എന്തെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തോന്നിക്കും. വെള്ളമില്ലാതെ ഞാൻ മറ്റൊന്നും ഈ ഫാഷൻ ഫ്രൂട്ടിനായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ അവയിൽ നിന്നുണ്ടായ കായകൾ എന്നെ വളരെയധികം കൃഷി ചെയ്യുന്നതിന് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് നിന്ന് കിട്ടിയ ഒരു കിളിക്കൂടാണ്. പക്ഷേ അത് കൊണ്ടുവന്ന് വെക്കുകയും അതിൽ 1-2 സുജിമോൻ പെൺകിളിയിൽ വന്ന് മുട്ടയിട്ട് അവർ ഫാമിലിയായി പറന്നു പോവുകയും ചെയ്തു. അങ്ങനെ അവർക്കൊരു വാടകവീട് ഒരുക്കാൻ എനിക്ക് കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ഞാനിവിടെ പങ്കുവെക്കട്ടെ. ഇത് ബബ്ലൂസ് നാരങ്ങയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിയ ഒരു പാവക്കുട്ടിയെയും കാണുവാൻ കഴിയും. അപ്പോൾ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ ഈ ചെടികൾ ഇങ്ങനെ നട്ടുവെക്കുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്കൊക്കെ അതിനെ പരിചരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം അനുഭവപ്പെടാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്ന് ഞാൻ വാശി പിടിക്കാറില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ തല്ലി ഏമിക്കാനോ മറ്റുള്ളതിനോ പോകാൻ പാടില്ല. ഇതാണ് ബബ്ലൂസ് നാരങ്ങ. വളരെയധികം ഔഷധ ഗുണമുള്ള ബബ്ലൂസ് നാരങ്ങ ഞാൻ കഴിഞ്ഞ ദിവസം ചാവക്കാട് പോയപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനതിൻ്റെ വില ചോദിച്ചപ്പോഴാണ് ഞാൻ ശരിക്ക് അതിശയിച്ചു പോയത്. ആ ബബ്ലൂസ് നാരങ്ങയുടെ വില പറഞ്ഞത് 1 കിലോന് 50 രൂപയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലെയുള്ള സാധനങ്ങളുടെ വില നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഫാഷൻ ഫ്രൂട്ട്സ് പഴുത്തിട്ട് അത് കഴിക്കുമ്പോഴുള്ള ഒരു രസവും അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തന്നെ പലപ്പോഴും ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, അത് പാകമാകുമ്പോൾ 1-2 ഞങ്ങൾക്ക് എത്തിച്ചു തരണമെന്ന്. കാരണം അതിനെക്കുറിച്ച് അറിയുന്നവരാണ് ഇത് പറയുകയുള്ളൂ. നെല്ലിയാമ്പതിയിലെ മുഖ്യ ആകർഷണം തന്നെ ഫാഷൻ ഫ്രൂട്ടാണ്. കാരണം അതിൻ്റെ പലതരത്തിലുള്ള ജാമുകളും അതിൻ്റെ പലതരത്തിലുള്ള ജ്യൂസുകളുമാണ് അവിടുത്തെ നിലനിൽപ്പ് തന്നെ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അവിടെ കണ്ടത് ഒരുപാട് ഇത് ഇങ്ങനെ നശിച്ചു നിൽക്കുന്നതാണ്. ചെടികൾ വളരുവാൻ കഴിയാതെ വരികയും കാലാവസ്ഥ അനുകൂലമാകാതിരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കൃഷി നാശം സംഭവിക്കുകയും അവർക്കത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റയക്കാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ ആ നാട് തന്നെ വളരെയധികം ദുഃഖത്തിലാണ്ടുപോയി. കാരണം അവരുടെ കൃഷി നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു തരത്തിൽ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്.
എങ്കിലും ഞാൻ അറിയുന്നൊരു ഡ്രൈവറുള്ള കാരണം എനിക്ക് അവിടുത്തെ ഒരു സ്ക്വാഷ് കിട്ടുകയുണ്ടായി. അതിന് 250 രൂപയാണ് വിലയുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മൾ ഇത് വളർത്തുമ്പോൾ ഒരു മാനസിക ഉല്ലാസത്തിലേക്കുള്ളുപരി നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും വിഷമില്ലാത്ത തരത്തിലുള്ള മറ്റുള്ള കായകളൊക്കെ കഴിക്കുവാനും കഴിയുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പലരും പറയുന്ന പോലെ ഡെസ്മോഡിയം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഡെസ്മോഡിയത്തിൻ്റെ വിത്തുകളെക്കുറിച്ച് ഞാനിതിന് മുൻപുള്ള എപ്പിസോഡിൽ പ്രതിപാദിച്ചിരുന്നു. ഡെസ്മോഡിയത്തിൻ്റെ വിത്തുകൾ ഇവ വിത്തുകളായിട്ട് വരുമ്പോൾ അവ പാവുകയും അതിൽ നിന്നും ഒരുപാട് വിത്തുകൾ ഉണ്ടാക്കുവാൻ പറ്റുമെന്ന് ഇത് തന്ന ഒരു ചേട്ടൻ എന്നോട് പറയുകയുണ്ടായി. അത് നോക്കാം എന്ന കണ്ടീഷനിൽ തന്നെയാണ് ഞാനും. വീട്ടിൽ വന്ന പലർക്കും ഈ ഇലയോട് ഭയങ്കര താല്പര്യം തോന്നിക്കുകയും അവരെല്ലാം ഡെസ്മോഡിയത്തിൻ്റെ തൈകൾ വേണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴീ കാണുന്നതും ഇതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെണ്ടുമല്ലികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ മനസ്സിന് ആശ്വാസം തോന്നാറുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കറിവേപ്പില. കറിവേപ്പില പലതരത്തിലുണ്ട്. തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നതിന് ചിലപ്പോൾ ഇതുപോലെയുള്ള സ്മെല്ലുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. നാടൻ കറിവേപ്പിലയും തമിഴ്നാടൻ കറിവേപ്പിലയും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. കൂടെ 10 മണിയും കാണാം. ഈ കുറ്റിയിൽ 101 തരം 10 മണികൾ ആദ്യം വെച്ച് പിടിപ്പിച്ചിരുന്നു. ഇപ്പോഴതിനുള്ള സമയം കിട്ടാത്ത കാരണം ഞാൻ അത് നിർത്തിയിരിക്കുകയാണ്. കർണാടകയിലെ കപ്പലണ്ടിയും നമുക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ്. ഞാൻ ഒരു പ്രാവശ്യം വിളവെടുക്കുകയും ചെയ്തു. ചെടികളുടെ നഴ്സറിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ചെടികളുടെ വിലകൾ അറിയാൻ പറ്റുന്നത്. ഇന്നർ ചെടികളും ഔട്ടർ ചെടികളും 2 തരത്തിലുണ്ട്. ഇന്നർ ചെടികൾക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഏതു കാലത്തും നമുക്ക് ചെടികളെ പരിപാലിക്കുകയും ചെടികളിൽ നിന്ന് പൂക്കളുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. ഈ നിൽക്കുന്നത് വഴുതനങ്ങയാണ്. നമുക്ക് പൂന്തോട്ടത്തിൽ പൂക്കൾ ചെടികൾ നടുന്നതോടൊപ്പം തന്നെ വഴുതനങ്ങയും അതുപോലെ തന്നെ മുളക്, കറിവേപ്പില, ആര്യവേപ്പ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അല്ലെങ്കിൽ കുറച്ച് വലുതുമായിട്ടുള്ള ചെടികളോട് കൂടി തന്നെ വളരുന്ന ഇവയെ നമുക്ക് നടാവുന്നതാണ്. ഞാനില്ലാത്ത സമയത്ത് വെള്ളം ഒഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ചെടികളെല്ലാം ഇങ്ങനെ വാടി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമം വരുന്നൊരു കാര്യമാണ്. എങ്കിലും പരമാവധി എത്തി വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇനി കാണാൻ പോകുന്നത് ഒരു
തക്കാളിച്ചെടിയാണ്. ആ തക്കാളിച്ചെടി ഈ അടുത്താണ് പൂക്കളിട്ടത്. ഇതെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഒരു തക്കാളി പൂവിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ രസമാണ്. നമ്മൾ പറയുമ്പോൾ കടയിൽ പോയി നമുക്ക് 1 കിലോ തക്കാളിക്ക് 50 രൂപയോ 20 രൂപയോ കൊടുത്താൽ മതിയാവും. പക്ഷേ വീട്ടിൽ ഒരു തക്കാളി എന്ന ആശയം വളരെ നല്ലതാണ്. നമ്മുടെ അയൽപ്പക്കത്തുള്ള തമിഴ്നാടോ കർണാടകയോ ഒരു 1-2 ദിവസം നമുക്ക് പച്ചക്കറികൾ തന്നില്ലെങ്കിൽ നമ്മൾ കേരളക്കാരെല്ലാം പട്ടിണിയിലാവുന്നതാണ്. ഞാനീ പറയുന്നതൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഒരു യാത്രാ വിവരണം അഥവാ എൻ്റെ ഊട്ടിയിലെ ഒരു വിവരണം എന്നും മാത്രം കരുതിയാൽ മതി. പലരും ഇതിനെ വളച്ചൊടിച്ച് പല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സത്യസന്ധതയോടു കൂടി മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോഴുള്ള ആ മനസ്സിൻ്റെ ഒരു സന്തോഷം ഈ കാണുന്നതും ഒരു കൃഷ്ണതുളസിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്നിക്കൂർക്ക എന്ന് തുടങ്ങി ഒരുപാട് ഔഷധ സസ്യങ്ങളും എൻ്റെ ഉദ്യാനത്തിലുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ, മുക്കുറ്റിപ്പൂവ് പൂത്തു നിൽക്കുന്ന കാഴ്ച ഓണത്തിനൊക്കെയാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇപ്പോഴും മുക്കുറ്റിപ്പൂവ് ക്രിസ്മസിനും പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ആ പൂക്കൾ കാണുമ്പോൾ കണ്ണിന് ഒരു നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ്. ഓണം വന്നുവോ എന്ന് തോന്നിക്കുമാറാണ് അവ ഇപ്പോഴും പൂത്തു നിൽക്കുന്നത്. കാലാവസ്ഥയിലുള്ള വ്യത്യാസമാവാം കാരണമെന്ന് എനിക്ക് തോന്നി. വീണ്ടും കറിവേപ്പില തന്നെയാണ് നമ്മൾ കാണുന്നത്. കൃഷ്ണതുളസിയും എൻ്റെ ഉദ്യാനത്തിലുണ്ട്. ഇവയും നമ്മൾ പരിപാലിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇവ വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ പച്ചയ്ക്കോ കഴിക്കുന്നത് വയറിനുള്ളിലേക്ക് നല്ലതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം അറിയുന്നതാണ്. എങ്കിലും ചില യാത്രാ വിവരണങ്ങൾ നൽകുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇത് ഞാൻ തന്നെ വീട്ടിൽ നിന്നും ചട്ടിയിലേക്ക് എടുത്തു വച്ചിട്ടുള്ള ചെടികളാണ്. ഇവയെല്ലാം നമ്മൾ നഴ്സറിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പണം കൊടുത്ത് മേടിക്കേണ്ടി വരുന്ന ഒരു ചെടി കൂടിയാണ്. ഇവിടെയും ചെടികൾ ഇടതൂർന്ന് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നും അത്ര നിസ്സാര കാര്യമായിട്ട് നമ്മൾ എടുത്തുകൂടാ. കാരണം അതിനെല്ലാം അത്രയ്ക്ക് എഫർട്ട് കൊടുത്തിട്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതും നമ്മൾ
ചെണ്ടുമല്ലിപ്പൂക്കളാണ്. പൂക്കളിടാറായി അവ മുട്ടായിട്ട് നിൽക്കുന്നതും നമുക്ക് വിഷ്വലിൽ കാണുവാൻ കഴിയുന്നതാണ്. ഏത് കാലത്തും പൂക്കളുണ്ടാകുന്ന ഒന്നാണ് ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയാണെങ്കിൽ പൂക്കൾ നമുക്ക് വിൽക്കുവാൻ വരെ പറ്റും. കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം അവർക്ക് കൃഷിയോടുള്ള താല്പര്യം എന്നെ വളരെയധികം ആകർഷിച്ചു. അവിടെ ഒരു ഫാം തുടങ്ങിയാലോ എന്നുവരെ ഞാൻ വിചാരിച്ചു. പക്ഷേ ലോട്ടറി അടിച്ചിട്ടാവാം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. പിന്നെ ഒരുപാട് അകലെ പോയിട്ട് നമ്മൾ ഫാമൊക്കെ നടത്തുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് അവിടുത്തെ നമ്മുടെ കൂട്ടുകാരൻ എന്നോട് പറയുകയും ചെയ്തു. ചെറിയൊരു ഫാമും അതുപോലെ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയത്. വീണ്ടും കാണുന്നത് കപ്പലണ്ടിയും മറ്റുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര നേരം സഹിച്ച സഹകരിച്ച എല്ലാവർക്കും